ഹൈ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന അധ്യായത്തിലെ 8ാമത്തെ ഭാഗമാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പേജ് നമ്പർ 51 ഒന്നാമത്തെ ചോദ്യം ചെയ്തു. ഇവിടെ രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് ആവശ്യമായ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾ അഥവാ വൃത്തഖണ്ഡത്തെ പറ്റി പഠിച്ചു. അതായത് വൃത്തത്തിൽ ഒരു ഞാൻ വരച്ച് കഴിയുമ്പോൾ ആ വൃത്തത്തെ രണ്ടായിട്ട് മുറിക്കുന്നു. ഓരോന്നും വൃത്തഖണ്ഡങ്ങളാണ്. ഒന്ന് വൃത്തഖണ്ഡമാണെങ്കിൽ മറ്റേത് അതിൻ്റെ മറുഖണ്ഡമായിരിക്കും. നമ്മളൊരു സർക്കിളിൽ ഒരു കോഡ് AB വരച്ച് കഴിയുമ്പോൾ ആ സർക്കിളിനെ രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് അല്ലേ. ഓരോ പീസുമാണ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി സർക്കിൾ. ഇപ്പോൾ ഒന്നിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻ്റാണ് മറ്റേത്. ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് എന്താണ്? ആർക്കിൽ അതേ റൂള് തന്നെയാണ് ഒരു സെഗ്മെൻ്റ് എടുത്ത് പറയുമ്പോഴും കിട്ടുന്നത്. ഇവിടെ ഞാൻ ഈ വലിയ സെഗ്മെൻറ്റിൽ 3 ആംഗിൾസ് വരച്ചിട്ടുണ്ട് ഗ്രീൻ കളറിൽ. 3 അല്ല, എത്ര വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ അതിവിടെ കിട്ടുന്ന ഒരു ആംഗിളിൻ്റെ മെഷർ എത്രയാണോ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ടൊരു 70 ഡിഗ്രി എടുത്താൽ ആ അളവ് തന്നെയായിരിക്കും ഇവിടെ ഈ ഏത് ആംഗിൾ വരച്ചാലും. കാരണം ഇത് സെയിം കോഡിൽ നിന്നാണ് വരുന്നത്. അതായത് സെയിം ഞാണിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ഞാണിൻ്റെ പേരാണ് AB. ആ എയിൽ നിന്നും ബിയിൽ നിന്നുമാണ് ഈ 3 ആംഗിളും വന്നിരിക്കുന്നത്, ഈ 3 കോണുകളും വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ താഴത്തെ സെഗ്മെൻറ്റിലാണെങ്കിലും താഴത്തെ വൃത്തഖണ്ഡത്തിലാണെങ്കിലും സെയിം എയിൽ നിന്നും ബിയിൽ നിന്നും തന്നെയാണ് 3 കോണുകൾ വന്നിരിക്കുന്നത് അല്ലേ. ഇപ്പം 3 അല്ല, എത്ര വേണമെങ്കിലും വരയ്ക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഈ 2 കോണുകളുടെ അളവുകളുടെ തുക. അതായത് ഇവിടെ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഞാൻ വരച്ച് കാണിക്കാം, കണ്ടോ. അതായത് ഇത് 70 വരുമ്പോൾ ഇത് 110 വരും. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഈ ഒരു റൂള് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഈച്ച് ഓഫ് ദി പ്രോബ്ലം ബിലോ എ സർക്കിൾ ആൻഡ് എ കോഡ് ഈസ് ടു ബി ഡ്രോൺ ടു സ്പ്ലിറ്റ് ദ സർക്കിൾ ഇൻ ടു 2 പാർട്സ്. ദ പാർട്സ് മസ്റ്റ് ബി ആസ് സ്പെസിഫൈഡ്. അവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓൾ ആംഗിൾസ് ഇൻ 1 പാർട്ട് മസ്റ്റ് ബി 80 ഡിഗ്രി. ഇവിടെ സർക്കിളിൻ്റെ റേഡിയസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ സർക്കിൾ വരയ്ക്കാം കോമ്പസ് ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വലുതാക്കി തന്നെ വരച്ച് കാണിക്കുകയാണ്. ഇനി നമുക്കറിയാവുന്നത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സർക്കിളിനെ രണ്ടായിട്ട് മുറിക്കണം. അതിൽ ഒരു ഭാഗത്തിൽ കോണിൻ്റെ അളവ് 80 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ 80 ഡിഗ്രി ഉണ്ടാക്കിയെടുക്കണം. 80 ഡിഗ്രി ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. പക്ഷെ നമുക്ക് എവിടെ വരയ്ക്കണം എന്ന്, ഈ കോഡ് എവിടെ വരുമെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല. പിന്നെ നമുക്കറിയാവുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ഇത് സെൻറ്ററിലേക്ക്, ഇപ്പോൾ ഇവിടെയാണല്ലോ സെൻറ്റർ, ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കുമ്പം കിട്ടുന്ന ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും? ഇത് 80 ആണെങ്കിൽ ഇവിടെ 160 വരും. നമുക്ക് സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്നറിയാം അല്ലേ. നമ്മൾ കോമ്പസ് ഉപയോഗിച്ചല്ലേ വരച്ചത്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണെന്നറിയാം. നമുക്ക് അവിടെ നിന്ന് 160 ഡിഗ്രി മാർക്ക് ചെയ്താൽ കണ്ടോ, ഇത് റേഡിയസ് ആണ് അല്ലേ. ഇതാണ് O സെൻറ്റർ. OAയും OBയും ഒക്കെ റേഡിയസാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ ഈ ചെരിഞ്ഞ് തന്നെ വരയ്ക്കണമെന്നില്ല. ഇങ്ങനെ നേരെ വരച്ച് വേണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമുക്ക് ഈ ആംഗിൾ എവിടെ വരച്ചാലും 80 തന്നെ കിട്ടണം. ആ ഒരു രീതിയിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവ് അറിയാമെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് അതിൻ്റെ നേർപകുതിയാണെന്നുള്ള പോയിന്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം റേഡിയസ് വരയ്ക്കാം. OAയോ OBയോ ഏതെങ്കിലും ഒരു റേഡിയസ് വരയ്ക്കാം. ഞാൻ ഇപ്പോൾ ഒരു റേഡിയസ് വരച്ചു, OB വരച്ചു. ഇനി നമുക്ക് 160 ഡിഗ്രി ആ സെൻറ്ററിൽ ഉണ്ടാക്കണം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാം. അപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 160 ഡിഗ്രി നമ്മൾ വരച്ചു അല്ലേ. ഇനി ഇതിൻ്റെ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 80 ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് റേഡിയസ് വരച്ചു, അതായത് 160 ആദ്യം OB വരച്ചു,
160 ഡിഗ്രി വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? OA എന്ന പോയിന്റും കിട്ടി. കണ്ടല്ലോ. അപ്പോൾ എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് വരയ്ക്കാമല്ലോ. കോഡ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കളർ മാറ്റി വരച്ചിട്ടുണ്ട്. കോഡാണ് AB. ഇനി നമുക്ക് അതിൻ്റെ നോക്കിക്കേ, 80 ഡിഗ്രി കിട്ടണം. 160 ഇവിടെയാണ്. അപ്പോൾ 80 ഏത് വശത്ത് വരും? ഇവിടെ വരുമോ ഇവിടെ വരുമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഒരു ഷേപ്പ് നോക്കിയാൽ മതി. ഈ ഒരു ഷേപ്പിൻ്റെ നേർപകുതി ഇവിടെ ആ ഷേപ്പിൽ ആംഗിൾ വരണമെങ്കിൽ ഇവിടെ വരത്തുള്ളൂ അല്ലേ? അല്ലാതെ ഇവിടെ വരച്ചാൽ നമുക്ക് ആംഗിൾ ഈ ഒരു ഷേപ്പിലേ വരത്തുള്ളൂ. അത് തെറ്റാണ്. അപ്പം നമുക്ക് ആംഗിൾ വരയ്ക്കാം. കണ്ടോ, ഇത് 160 ആണെങ്കിൽ ഇവിടെ 80 ഡിഗ്രി. ഇനി ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിന്റ് എടുക്കാം. ഇവിടെ പോയിന്റ് എടുക്കാം, ഇവിടെ പോയിന്റ് എടുക്കാം, അല്ല ഇവിടെ എടുക്കാം. എവിടെ എടുത്താലും നമുക്ക് അതേ 80 ഡിഗ്രി തന്നെ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് രണ്ടെണ്ണം കൂടെ വരയ്ക്കാം. ഇതെല്ലാം 80 ഡിഗ്രി ആയിരിക്കും. നമുക്ക് പ്രൊട്രാക്ടർ കൊണ്ട് അളന്ന് നോക്കിയാൽ കറക്റ്റ് 80 തന്നെ കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 110 ഡിഗ്രി. അപ്പം 110 ഡിഗ്രി ഒരു വശത്തുള്ള കോണുകളുടെ അളവുകളായിട്ട് വരയ്ക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെയും റഫ് ഫിഗർ വരയ്ക്കാം. ഇവിടെയും സർക്കിളിൻ്റെ റേഡിയസ് ഒന്നും പറഞ്ഞിട്ടില്ല, ആരം പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം. ഇതാണ് നമ്മുടെ കോഡ്. ഇത് റഫ് ഫിഗറാണ്. കോഡ് ഇതാണ്. ഇവിടെ 110 വരണം അല്ലേ? അപ്പം നമുക്കതൊന്ന് വരയ്ക്കാം. ഇവിടെ 110. അപ്പോൾ സെൻറ്ററിൽ എത്ര വരും? കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ അളവ് 220 വരും അല്ലേ? ഇവിടെ 220. നമുക്ക് പ്രൊട്രാക്ടറിൽ 220 എടുക്കാൻ പറ്റുമോ? നമുക്ക് 180 വരെയുള്ളൂ, 180 വരെ ഉള്ളൂ പ്രൊട്രാക്ടറിൽ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആകെ, അതായത് ഇത് ടോട്ടൽ എത്രയുണ്ട്? 360. ആ 360ൽ നിന്ന് 220 ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 140 കിട്ടും. ഈ 140 വരയ്ക്കാൻ നമുക്കറിയാം. അതായത് ഈ ബ്ലാക്ക് കളറിൽ 140ഉം ഗ്രീൻ കളറിൽ 220. നമുക്ക് ബ്ലാക്ക് കളറിൽ 140 കിട്ടിയാൽ ബാക്കിയുള്ള അളവ് 220 ആണെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ പ്രൊട്രാക്ടറിൽ 180 വരെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 140 എടുത്ത് വരച്ചിട്ട് ആ ഭാഗം എടുക്കാതെ മറ്റേ ഭാഗം ഇങ്ങോട്ട് എടുക്കുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെൻറ്റർ O ആണ്. നമുക്കിവിടെ സെൻറ്റർ മാർക്ക് ചെയ്യാം. റേഡിയസ് വരയ്ക്കാം. ഇപ്പോൾ OB ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇനി A കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് 140 എടുത്ത് ആദ്യം വരച്ചിട്ട് ബാക്കിയാണ് നമ്മൾ 220 എടുക്കുന്നത്. ഇപ്പോൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. കണ്ടോ, ഇതാണ് 140. പക്ഷെ നമുക്ക് വേണ്ടത് എത്രയാണ്? 220 വേണ്ടത്. അപ്പം മറുഭാഗത്തുള്ളതല്ലേ 220. അപ്പോൾ ഇത് ഇത്രയുമാണ് 220. ക്ലിയർ ആയോ? സെൻറ്റർ O. ഈ 140ൻ്റെ ആവശ്യമില്ല, നമുക്കത് മായ്ച്ചേക്കാം. ക്ലിയർ ആയല്ലോ? ഇനിയിപ്പോൾ കിട്ടിയ പോയിൻ്റാണ് A. ഇനി നമുക്ക് കോഡ് വരയ്ക്കാം. കോഡ് ഏതാണ്? ഞാൻ AB. കോഡ് കിട്ടി. ഇനി നോക്കിക്കേ, ഏത് സൈഡിലേക്കാണ് ആംഗിൾ വരുന്നതെന്ന് നമുക്ക് നോക്കണം അല്ലേ? ഈ 220ൻ്റെ ഷേപ്പ് നോക്കിക്കുന്നത് ഇങ്ങനൊരു ഷേപ്പാണ്. അപ്പോൾ ആ ഷേപ്പ് ഇവിടെ വരുമോ? ഇവിടെ ആംഗിൾ വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. രണ്ട് ഷേപ്പിലാണ്, ഓപ്പോസിറ്റിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അതല്ല, സെയിം ഷേപ്പിൽ വരണമെങ്കിൽ ഇവിടെ വരയ്ക്കണം ഇങ്ങനെ. നല്ല ഈ ഒരു ഷേപ്പിൽ കിടക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ ഈ ഒരു ആർക്കിൽ എവിടെ വേണേലും പോയിൻറ്റ്സ് എടുത്ത് വരയ്ക്കുമ്പോൾ 110 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ അളവാണ് 110 ഡിഗ്രി. നമുക്ക് എത്ര ആംഗിൾസ് വേണമെങ്കിലും വരയ്ക്കാം. ക്ലിയർ ആയോ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഏതാണ്? ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി ഹാഫ് ദ ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. ഇവിടെ ആംഗിളിൻ്റെ മെഷർ അല്ല തന്നിരിക്കുന്നത് അല്ലേ? ഒന്നിൻ്റെ പകുതിയായിട്ട് വരണം. അപ്പോൾ ഇവിടെയും സർക്കിളിൻ്റെ റേഡിയസ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ സർക്കിൾ വരയ്ക്കാം. ഇതാണ് നമ്മുടെ റഫ് ഫിഗർ. ഒരെണ്ണത്തിൻ്റെ ആംഗിളിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കണം മറ്റേത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യാം. അതിനെ X എന്ന് എടുക്കാം. അളവ് തരാത്ത കൊണ്ട് X ഡിഗ്രി എന്ന് എടുക്കാം. ഇത് X ഡിഗ്രി ആണെങ്കിൽ മറ്റേ വശത്ത് അതിൻ്റെ പകുതി ആവണം. അതായത് ഈ വശത്ത് വരുന്നത് ഈ Xൻ്റെ പകുതി ആയിരിക്കണം. അതായത് X/2 എന്ന് എഴുതാമല്ലോ അല്ലേ? പകുതി. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമുക്ക് കോൺ കണ്ടുപിടിക്കാൻ, ആംഗിൾ കണ്ടുപിടിക്കാൻ. ആംഗിളിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ പോയിന്റുകൾ ഓർക്കുക, ഓർത്തിട്ട് മാത്രം ചെയ്യുക. നമുക്കറിയാവുന്ന പോയിന്റ് എന്താണ്?
ഒരു വൃത്തഖണ്ഡത്തിലെ കോണിൻ്റെ അളവും അതിൻ്റെ മറുഖണ്ഡത്തിലുള്ള കോണിൻ്റെ അളവും കൂടെ കൂട്ടുമ്പം 180 ഡിഗ്രിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഒരു സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിളിൻ്റെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മെഷറും അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മെഷറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. ഇവിടെ ഒരു സെഗ്മെൻറ്റിൽ ആംഗിൾ ആണല്ലോ എക്സ്, അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിലുള്ള ആംഗിൾ ആണല്ലോ x/2. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആയിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. x + x/2 = 180. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്താണ്? ഒരു ഫ്രാക്ഷനാണ്, ഒരു ഭിന്നസംഖ്യ രീതിയിലാണ് കിടക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ എങ്ങനെയാണോ? അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഒരു ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ വേണ്ടി /1 ഇടും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മുകളിലത്തേനെ താഴത്തേവായിട്ട് ഗുണിക്കുക അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? x × 2, അതായത് 2x. എന്നിട്ട് ഈ ചിഹ്നം, അതായത് പ്ലസ് സൈൻ അതേപടി ഇടുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ട് ഗുണിക്കുക. 1 × x. 1 × x എന്താണ്? x തന്നെ, ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഗുണിക്കുക. 1 × 2. ഞാൻ ആരോ മാർക്ക് ഇടുന്ന മനസ്സിലാക്കി പഠിക്കുക. 1 × 2 2, 1 × 2 2 തന്നെ, = 180. മനസ്സിലായല്ലോ? ഇനി 2x-ഉം x-ഉം കൂടെ കൂട്ടുമ്പോൾ, 2x എന്ന് പറയുന്നത് ഒരു x ആണ്. അപ്പോൾ 2x-ഉം 1x-ഉം കൂടെ കൂട്ടുമ്പോൾ 3x കിട്ടി. 3x/2 = 180. ഇത്രയും കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ടിനെ ആദ്യം അങ്ങോട്ട് കൊണ്ട് ഗുണിക്കണം അല്ലേ? കാരണം ഹരിച്ചിരിക്കുന്നതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണനം, ഡിവിഷൻ ചെയ്തിരിക്കുന്നതിന് അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 3x = 180 × 2 എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ 3x = ഇതെത്ര വരും? 360 എന്ന് വന്നു. അപ്പോൾ x = 360-നെ ഈ 3 കൊണ്ട് ഇവിടെ ഗുണിച്ചിരിക്കുക അല്ലേ? അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹരണമാവും. അപ്പോൾ എത്ര വന്നു? എത്ര പ്രാവശ്യം 3 ഉണ്ട്? 3-നകത്ത് 1 പ്രാവശ്യം, 6-നകത്ത് 3 2 പ്രാവശ്യം. അപ്പോൾ 120 ഡിഗ്രിയാണ് x എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ അളവ് ഇതല്ലേ? ഈ x ആണ് എന്ത്? 120. അങ്ങനാണെങ്കിൽ x/2 എത്ര വരും? 120-ൻ്റെ പകുതി 60 വന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ കോണിൻ്റെ അളവ് 60-ഉം മുകളിലത്തെ കോണിൻ്റെ അളവ് 120-ഉം കിട്ടണം. മനസ്സിലായോ? ആ ഒരു രീതിയിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇനി മുകളിലത്തെ കോണ് 120 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നും പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇല്ല. ഇവിടെ 60 വന്നാൽ ഇവിടെ 120 വരും അല്ലേ? ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 60-നെ എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. കാരണം കേന്ദ്രത്തിൽ വരുമ്പം എത്രയാകും? 120 വന്നോളും. അപ്പോൾ സർക്കിളിലെ ആംഗിൾ 60 ആണെങ്കിൽ സെൻറ്ററിൽ 120 വരും. അപ്പോൾ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്ത് 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 120 ഡിഗ്രി എടുക്കാം. കണ്ടോ? 120 കിട്ടിയല്ലോ. ഇനി നമുക്ക് കോഡ് വരയ്ക്കാം. ഞാൻ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ടറ്റത്തുനിന്ന് വരച്ചാൽ മതി. കണ്ടല്ലോ? ഇതാണ് കോഡ് AB. ഇനി എവിടെയായിരിക്കണം 60 വരേണ്ടത്? ഇവിടെ വന്നാലാണ് 60, ഇവിടെ വന്നാലാണ് 60. ഈ ഒരു ഷേപ്പ് നോക്കുക. ആ ഷേപ്പിൽ ആംഗിൾ വരയ്ക്കാൻ പറ്റുന്ന ഇവിടെയേ ഉള്ളൂ. കണ്ടല്ലോ? ഇവിടെ 60 ഡിഗ്രി കിട്ടിയില്ലേ? അപ്പം മറുഭാഗത്തെ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? എവിടെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അത് 120 ആയിരിക്കും. അതും കൂടെ വരയ്ക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരെണ്ണം 120-ഉം ഒരെണ്ണം 60 ഡിഗ്രിയും. ഒന്നിൻ്റെ ഇരട്ടിയായിരിക്കും. ഇവിടെ നമുക്ക് അറിയാം രണ്ടിൻ്റെയും കൂടെ സമ്മ് 180 ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ച് പഠിക്കുക. ഇനി നാലാമത്തേലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം ഇതാണ്. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ദ ആംഗിൾസ് ഇൻ ദ അതർ പാർട്ട്. അപ്പോൾ 1.5 ടൈംസ് ആണ്, 1.5 മടങ്ങ്. ഒരു വശത്ത് എത്രയാണോ അതിൻ്റെ 1.5 മടങ്ങായിരിക്കണം മറുവശത്ത്. ഇവിടെയും വൃത്തത്തിൻ്റെ ആരം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ വരയ്ക്കാം. ഞാൻ ഇവിടെ കോഡ് വരച്ചു AB. ഇത് റഫ് ഫിഗറാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് എത്രയാണോ അതിൻ്റെ 1.5 ആയിരിക്കണം മറുവശത്ത്. അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ നമുക്ക് അളവ് തരാത്തപ്പോഴാണ് എക്സ് എടുക്കേണ്ടത്. ഇവിടെ 1.5 എക്സ്, 1.5 മടങ്ങ് എക്സിൻ്റെ. മനസ്സിലായോ? അപ്പോൾ 1.5 മടങ്ങെന്ന് പറഞ്ഞാൽ എന്താ? 1.5 മടങ്ങെന്ന് പറഞ്ഞാൽ എത്ര? 1.5 എന്ന് പറഞ്ഞാൽ എത്ര? ഇതിനെങ്ങനെ എഴുതാം? 2 ഗുണം 1 2, 2ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 3, 3/2 ആണല്ലോ. 1.5 നമുക്ക് 3/2 എന്ന് എഴുതാം. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 നമുക്കറിയാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സിൻ്റെ കൂടെ 1.5 മടങ്ങ് എക്സ് കൂട്ടുക. എക്സിൻ്റെ കൂടെ 1.5 ടൈംസ് എക്സ് കൂട്ടുമ്പോൾ 180 ആണെന്ന് നമുക്കറിയാം. ഇനി അതായത് എക്സിൻ്റെ കൂടെ 1.5ന് പകരം എന്തെഴുതാമെന്ന് ഞാൻ പറഞ്ഞു? 3/2 എക്സ് എന്ന് എഴുതാം. 3/2 എക്സ് ഈക്വൽ ടു 180 എന്ന് എഴുതാമല്ലോ. ഇതൊരു ഫ്രാക്ഷനാണ്, ഭിന്നസംഖ്യയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും അങ്ങനെ ആക്കണം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് എന്ന് ഓർത്താൽ മതി. അതായത് മുകളിനെ താഴെ കൊണ്ട് ഗുണിക്കുക. എക്സ് ഇൻറ്റു 2 എന്താണ്? 2x. എന്നിട്ട് ഇതേ ചിഹ്നം വിടുക, പ്ലസ്. ഇനി താഴെ നിന്ന് മുകളിലോട്ട് പോവുക. 1 ഇൻറ്റു 3. 1 ഇൻറ്റു 3 എന്താണ്? 3. ഈ എക്സ് ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ ഗുണിക്കുക. 1 ഇൻറ്റു 2 2 ഈക്വൽ ടു 180. ഇനി 2xും 3xും കൂടെ കൂട്ടുമ്പോൾ 2 3 5 അപ്പോൾ 5x/2 എന്ന് എഴുതാം. ഈക്വൽ ടു 180. അപ്പോൾ 5x കാണാൻ വേണ്ടി ഈ ഹരിച്ചിരിക്കുന്ന ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന് അപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ 5x എത്ര കിട്ടി? 360 കിട്ടിയല്ലോ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 5നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അത് അപ്പുറത്തേക്ക് പോകുമ്പം ഡിവിഷനാവും. ഇവിടെ ഗുണിച്ചിരിക്കുന്നത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഹരണമാവും. അപ്പം 360നെ 5 കൊണ്ട് ഹരിക്കുക. 5 എത്ര പ്രാവശ്യം? 36 7 പ്രാവശ്യം. 7 ഗുണം 5 35 മിച്ചം 1 ഉണ്ട്. അപ്പോൾ അടുത്ത 10 എഴുതും. 10നകത്ത് 5 2 പ്രാവശ്യം. അപ്പോൾ 72 ഡിഗ്രിയാണ് എക്സ്. അപ്പോൾ ഇതിൻ്റെ അളവ് എത്ര വന്നു? 72 എന്ന് വന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 1.5 മടങ്ങ് എക്സ് എത്ര വരും? അതായത് 3/2 എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. 3/2 എക്സ്. അപ്പോൾ 3/2 ഇൻറ്റു 72 അല്ലേ? അതെത്ര വരും? 72നെ 2 കൊണ്ട് ഹരിച്ചേ. അപ്പോൾ 3 ഇൻറ്റു 36 എന്ന് വന്നില്ലേ? 108 എന്ന് വന്നോ? അതായത് 1.5 എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 1/2 കൂടെ കൂട്ടുക. 1x എത്രയാ? 72 ആ 72ൻ്റെ കൂടെ അതിൻ്റെ പകുതിയായ 36 കൂട്ടുക. മനസ്സിലായോ? അപ്പോൾ 108 വന്നില്ലേ? അത് തന്നെയാണ്. ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എല്ലാം ഒന്ന് തന്നെ. 1.5 എന്ന് പറയുമ്പോൾ 1ൻ്റെ കൂടെ 1/2 കൂട്ടുക. 1 എന്ന് പറയുന്നത് 72 അതിൻ്റെ പകുതി 36, അത് തമ്മിൽ കൂട്ടുമ്പോൾ 108 വരും. അപ്പോൾ ഒരിടത്ത് 108ഉം മറ്റേടത്ത് 72 കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെ വരയ്ക്കണം. അതിന് സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്ത് റേഡിയസ് വരയ്ക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് കാണണ്ടേ അല്ലേ? സെൻറ്ററിൽ ഉണ്ടാക്കുന്ന കോണിൻ്റെ അളവ് കണ്ടുപിടിക്കണം. എന്നാലേ ഉള്ളൂ നമുക്കത് ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 72ൻ്റെ ഇരട്ടിയാണല്ലോ ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലേ? കണ്ടോ ഈ ഷേപ്പ് നോക്കിക്കേ. ഈ ഒരു ഷേപ്പ് അതേ ഷേപ്പിലല്ലേ ഇതും കിടക്കുന്നത് അല്ലേ? അപ്പോൾ 72ൻ്റെ ഇരട്ടി എത്ര വന്നു? 144. അപ്പോൾ ഇവിടെ 144 കിട്ടണം. അതായത് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ 144 നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്ത് വരയ്ക്കണം. അപ്പോൾ നമുക്ക് 144 അങ്ങോട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കാം. അപ്പം നമുക്ക് 144 കിട്ടി. കണ്ടല്ലോ, 144 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ കോഡ് വരയ്ക്കാം അല്ലേ? ഞാൻ വരയ്ക്കാം. ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. AB ആണ് നമ്മുടെ കോഡ് അഥവാ ഞാൻ. ഇനി 72 എവിടെ വരും? ഈ 72 എവിടെ വരും? ഇതിൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ വരുന്നത് ഇവിടെയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ആർക്കിൽ എവിടെ എടുത്താലും 72 കിട്ടും. കണ്ടല്ലോ, ഇത് 72 ഡിഗ്രി ആയല്ലോ. ഇനി മറുകോണിൽ എത്ര വരും? 108 വരും. അതും കൂടെ നമുക്ക് വരയ്ക്കാം. മനസ്സിലായല്ലോ 4 ചോദ്യങ്ങളും. അപ്പോൾ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഓർത്തോണം, നടുക്ക് എത്രയാണോ അതിൻ്റെ പകുതി വരണമെങ്കിൽ ഇത് രണ്ടും ഒരേ ഷേപ്പിൽ കിടക്കുന്നത്. കണ്ടോ, ഇത് രണ്ടും വേറെ ഷേപ്പിലല്ല കിടക്കുന്നത്. ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും ആയിരിക്കുന്നത്. അപ്പോൾ അത്
ഇതിൻ്റെ പകുതിയായിട്ട് ഇവിടെ വരികയല്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാരണം എല്ലാവർക്കും വരുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. അളവ് എഴുതുന്ന കറക്റ്റായിട്ട് എഴുതണം. ഇത് തമ്മിലാണ് ഒരേ ഷേപ്പ് കിടക്കുന്നത്. അപ്പോൾ ഒന്നൊന്നിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ സെൻറ്ററിലുള്ളതിൻ്റെ പകുതിയായിരിക്കും സർക്കിളിലുള്ളത്. ആ ഒരു പോയിന്റ് മറക്കരുത്. അപ്പോൾ എല്ലാവരും വരച്ച് പഠിക്കുക.